സോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ ഫ്രെയിം ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ഫസ്റ്റ് വേണ്ടത് ടൂൺമി എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലാണ് നമ്മൾ കാർട്ടൂണാക്കി മാറ്റേണ്ടത് നമ്മുടെ ഇമേജിനെ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെയോ കൂട്ടുകാരത്തെയോ അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ കാർട്ടൂൺ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇതിലേക്ക് നമുക്ക് വേണ്ട ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മലയാളം നടന്മാരെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ എടുക്കുന്നത് ആസിഫ് അലിയുടെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ആസിഫ് അലിയുടെ ഫോട്ടോ എടുക്കണം, എന്നിട്ട് അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ലോഡാകുമ്പോൾ ടൈം എടുക്കും, കാരണം ഇത് സ്ക്രീൻ നോക്കുന്ന സമയത്ത് ഇത് കാണിക്കണ്ടായില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുമ്പോൾ കാണിക്കും, അതിനിങ്ങനെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കും. ആഡൊക്കെ വരും, ഈ ആപ്പിൽ കുറേ ആഡൊക്കെ വരും. അപ്പോൾ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് സേവ് ആയി കഴിഞ്ഞാൽ, അതായത് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഡിവൈസ് കണ്ടില്ലേ, അങ്ങനെ വരും. അവിടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. പിന്നെ ഡൗൺലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി നമ്മൾ സെലക്ട് ചെയ്യാം. അടിയിൽ കണ്ടില്ലേ നീല, അത് ചെയ്താലേ നമ്മുടെ ഗാലറിക്ക് ഈ ഒരു നമ്മൾ ചെയ്തൊരു ഇമേജ് ഗാലറിക്ക് വന്ന് കിടക്കും. അത് ശേഷമേ നമുക്ക് നമ്മുടെ മറ്റേ ആപ്പിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആപ്പിൽ. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നൊരു ആപ്പ് യൂസ് ചെയ്യാനുണ്ട്, അതായത് ഫോട്ടോ റൂം. ഈ ആപ്പിലാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ ആപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കാർട്ടൂണാക്കി ഇമേജില്ലേ, ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്പാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ കാർട്ടൂൺ ഇമേജസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മോഹൻലാലിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമ്മൾ അതിൽ അടിയത്ത് കണ്ടില്ലേ ഒരു ഓപ്ഷൻസ്, അതിൽ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാരണം എന്നാലേ നമുക്ക് ബ്ലാക്ക്, അതായത് ട്രാൻസ്പെറൻറ്റ് കിട്ടുള്ളൂ ആ ഒരു ഇമേജ്. എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാം. ദെൻ സേവ് ടു ഗാലറി അടിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗാലറി വന്ന് എടുക്കുള്ളൂ. നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഇമേജൊക്കെ ഒറ്റ ഫ്രെയിമിലാക്കണം. അപ്പോൾ നമുക്ക് അതിനെ യൂസ് ചെയ്യുന്നത് പിക്സാർട്ടാണ്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. ദെൻ നമ്മുടെ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഗ്രേ ടൈപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇതിപ്പോൾ വരുന്ന ആഡൊക്കെ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഗ്രേ ആണ്. എന്നിട്ട് അതിന് ഞാൻ ആ ഒരു റേഷ്യോ, അതായത് ക്രോപ്പ് ചെയ്ത് ഞാൻ ഒരു നമ്മുടെ സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ഇടുന്ന ടൈപ്പ് ആ ഒരു ഫോർമാറ്റിൽ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റോറിയൊക്കെ ഇടാൻ പറ്റിയ അത്ര ലെങ്ത്തിൽ. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇത് എടുക്കുന്നുള്ളൂ. ദെൻ നമുക്കിപ്പോൾ അടിക്ക് ഓപ്ഷൻ പോവുക. അതിൽ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗാലറി ഇപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കുറേ ഇമേജസ് കാണും, നമ്മൾ നേരത്തെ കാർട്ടൂണാക്കിയത്. അപ്പോൾ അതിൽ നിന്നൊരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെയും ബാക്കിലേക്ക് പോവുക. അതായത് നമ്മുടെ ഓപ്ഷൻ അടിയത്തെ ഓപ്ഷൻ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ബോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് വേണമെങ്കിൽ ബോർഡർ മാറ്റാം. കണ്ടില്ല ആ ഒരു വൈറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആക്കാം. ഇപ്പം ഞാനിവിടെ വൈറ്റ് ആണ് എടുക്കണേ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ, അതായത് ആ ഒരു സ്ട്രെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആപ്പുകളിലൊക്കെ വാട്ടർ മാർക്ക് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ക്രോപ്പ് ചെയ്തു. ദെൻ നമുക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ ആ ഒരു ഫോട്ടോ വയ്ക്കാം. എന്നിട്ട് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് അനുസരിച്ച് എവിടെ വേണമെങ്കിൽ വെക്കുന്നത് അത്രയും വയ്ക്കാം, ആ ഒരു ഇതനുസരിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ സെൻറ്ററിൽ വെക്കണേ. ദെൻ അടുത്ത ഇമേജ് എടുക്കാം. ഇതുപോലെ തന്നെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതുപോലെ ഇതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ ഇമേജ് നമുക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ, അത് ബാക്കിലായിട്ട് വേണം വരാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു രണ്ടാമത്തെ ഇമേജ് ഫസ്റ്റ് ഇമേജിൻ്റെ ഇങ്ങനെ വലിച്ചിടുക. ഇങ്ങനെ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഇമേജ് ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇമേജും ഇതുപോലെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. അതായത് ഫസ്റ്റ് ഇമേജിൻ്റെ അടിക്ക് ഇങ്ങനെ വലിച്ചിടുക. അപ്പോൾ ഓരോന്നും ബാക്കിലേക്കായി വരും. ഇങ്ങനെയാണ് ഓരോ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാവരും നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ഫുള്ള് ചെയ്തെടുക്കാം. ഫുൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതുപോലെ പല ഫ്രെയിം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് പല ഫ്രെയിമും അതിൻ്റെ ഓരോ ആംഗിളും വ്യത്യാസമൊക്കെ മാറ്റി നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാലേ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ.